പ്രിയമുള്ളവരെ നമസ്കാരം. ഞാൻ ഡോക്ടർ റൌഫ്. ഇന്ന് ഞങ്ങൾ മലപ്പുറം കളക്ടറെ ഒരു കാര്യത്തിനായിട്ട് കാണാൻ പോയിരുന്നു. തിരികെ വന്നപ്പോൾ വളരെ യാദൃച്ഛികമായിട്ട് പെരിയാർ EV രാമസ്വാമി അവരുകളെ സംബന്ധിച്ച് ചർച്ച ചെയ്യുകയുണ്ടായി. വളരെ യാദൃച്ഛികമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ പേര് വന്നത്. എന്തായാലും പ്രിയപ്പെട്ടവരെ, പെരിയാർ വളരെ ചരിത്രമുള്ള, പഠിക്കേണ്ട, പ്രത്യേകിച്ചും ഇന്ത്യയുടെ അതിൻ്റെ ഈ കാലത്ത് ചർച്ച ചെയ്യപ്പെടേണ്ട, പഠിക്കേണ്ട മഹാനായ വ്യക്തിത്വമാണ് അദ്ദേഹം. 1879 ജനിച്ച് 1973 അദ്ദേഹം മരിച്ചത്. അദ്ദേഹം മഹാനായ സാമൂഹിക പരിഷ്കർത്താവ്, തത്വചിന്തകൻ, യുക്തിവാദി, രാഷ്ട്രീയ നേതാവ് എല്ലാമായിരുന്നു. തമിഴ്നാടിൻ്റെ തമിഴ് ജനതയുടെ ഉന്നമനത്തിനായിട്ട് അഹോരാത്രം പ്രവർത്തിച്ച മഹാനായ വ്യക്തിത്വമായിരുന്നു. ഒരുപക്ഷെ ദക്ഷിണേന്ത്യയിൽ തന്നെ ഏറ്റവും അധികം സ്വാധീനം ചെലുത്തിയ മഹാനായ നേതാവായിരുന്നു പെരിയാർ EV രാമസ്വാമി. അദ്ദേഹത്തെ പെരിയാർ എന്ന് വിളിക്കുന്നത് മഹാൻ എന്ന അർത്ഥത്തിലാണ്. അദ്ദേഹം സ്വാഭിമാന പ്രസ്ഥാനം, സെൽഫ് റെസ്പെക്റ്റ് മൂവ്മെൻറ്റ്, ജാതി വ്യവസ്ഥ, അന്ധവിശ്വാസങ്ങൾ, പുരുഷാധിപത്യം ഇതിനൊക്കെതിരെ അടരാടി. ദ്രാവിഡ പ്രസ്ഥാനം അദ്ദേഹം ശക്തിപ്പെടുത്തി. തമിഴ് ജനതയുടെ അവകാശങ്ങൾക്കായിട്ട് പോരാടി. മതാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും അദ്ദേഹം എതിർത്തു. സ്ത്രീ വിദ്യാഭ്യാസം, വിവാഹ സ്വാതന്ത്ര്യം, സ്ത്രീകളുടെ അവകാശങ്ങൾ ഇതിനൊക്കെയായിട്ട് അദ്ദേഹം പൊരുതി. യുക്തിവാദം, ജാതിയില്ലാത്ത, സമത്വമുള്ള, മതാന്ധതയില്ലാത്ത, സ്ത്രീ പുരുഷ സമത്വമുള്ള ഒരു സാമൂഹിക ക്രമമാണ് അദ്ദേഹം ആഗ്രഹിച്ചത്. അതിനായിട്ടാണ് മഹാനായ EV രാമസ്വാമി അവർ പൊരുതിയത്. ദ്രാവിഡ പാർട്ടികൾ അദ്ദേഹത്തിൻ്റെ ചിന്തകളിൽ നിന്നുമാണ് ശക്തി പ്രാപിച്ചത്. മഹാനായ EV രാമസ്വാമിയുടെ ഓർമ്മകൾ പ്രിയപ്പെട്ടവരെ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമായിട്ട് നമ്മൾ എടുക്കണം. ഇന്ന് ഒത്തിരി രീതിയിലൊക്കെ പാവപ്പെട്ട ലക്ഷക്കണക്കിന് ആളുകളുടെ പിഞ്ചു കുഞ്ഞുങ്ങളടക്കം, ഗർഭിണികളടക്കം മതത്തിൻ്റെ പേരിൽ മുസ്ലിങ്ങളായിപ്പോയതുകൊണ്ട് മാത്രം വർഗീയ ഫാസിസ്റ്റുകളാൽ അവരുടെ ചെറ്റക്കുടിലുകളിൽ നിന്നും ആട്ടിയോടിക്കപ്പെടുന്നു. വെയിലിലും മഴയിലും തണുപ്പിലും ചൂടിലും ഒക്കെയും അവരെറിയപ്പെടുന്നു. അങ്ങനെ അകാല മരണത്തിലേക്ക് അവർ വിടപ്പെടുന്നു. ആസാമിലും ഉത്തരാഖണ്ഡിലും UP യിലുമൊക്കെ ഗുജറാത്തിലുമൊക്കെ പാവപ്പെട്ട മുസ്ലിങ്ങൾ അവരുടെ ചെറ്റക്കുടിലുകളിൽ പൊളിക്കപ്പെടുന്നു. പാവപ്പെട്ട ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ എത്രയോ പള്ളികൾ തല്ലി പൊളിക്കപ്പെടുന്നു. പിഞ്ചു ബാലികമാർ താഴ്ന്ന ജാതിക്കാരായതുകൊണ്ട് മാത്രം അവരെ ബലാത്സംഗം ചെയ്ത് കൊല്ലപ്പെടുന്നു. അതുകൊണ്ടൊക്കെ തന്നെ പ്രിയപ്പെട്ടവരെ, EV രാമസ്വാമിയുടെ ഓർമ്മകൾക്ക്, അദ്ദേഹത്തിൻ്റെ ചിന്തകൾക്ക് ഏറ്റവും പ്രാധാന്യമുണ്ട്. ജാതി വ്യവസ്ഥയിൽ ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ ഇവരൊക്കെ ഇന്നന്ന ഭാഗങ്ങളിൽ നിന്ന്, ബ്രഹ്മാവിൻ്റെ ഇന്നന്ന ഭാഗങ്ങളിൽ നിന്ന് ഉണ്ടായി എന്ന് പറയപ്പെട്ടപ്പോൾ ദളിതർ അവസാനമുണ്ടായത് ഇവിടെ നിന്ന് ചോദിച്ചപ്പോൾ പെരിയാർ പറഞ്ഞത് അവരുടെ തന്തമാർക്ക് ഉണ്ടായി എന്നാണ് പറഞ്ഞത്. അപ്പോൾ
അദ്ദേഹം അത്തരം അന്ധവിശ്വാസങ്ങൾക്കൊക്കെ എതിരായിരുന്നു. കാരണം അത് ഉപരിവർഗത്തിൻ്റെ ചൂഷണത്തിന് വേണ്ടിയായിരുന്നു അത്തരം വേർതിരിവുകളൊക്കെ ഉണ്ടാക്കിയത്. ഇന്നും ഇന്ത്യയുടെ ശാപമായിട്ട് പോകുന്ന വ്യവസ്ഥിതിയാണ് ജാതി വ്യവസ്ഥ. ആ ജാതി വ്യവസ്ഥിതി കൊണ്ടാണ് പാവപ്പെട്ട പിഞ്ചു ബാലികമാർ താഴ്ന്ന ജാതിയായതുകൊണ്ട് മാത്രം ബലാത്സംഗം ചെയ്ത് കൊല്ലപ്പെടുന്നത്. എന്തായാലും പ്രിയപ്പെട്ടവരെ, ആ മഹാനായ EV രാമസ്വാമിയുടെ ഓർമ്മകളെ വളരെ സാന്ദർഭികമായിട്ടാണ് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിച്ചത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഞാൻ ഡോക്ടർ റൌഫ് വണ്ടൂർ, മൈ ആർട്ട് ആൻഡ് മൈ സൊസൈറ്റി.